മഹാഗുരുശരണം. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ്. ഓം ശനീശ്വരായ നമ. ഇന്ന് 2026 മാർച്ച് 7 ശനീശ്വരൻ്റെ ദിവസം, കുംഭമാസത്തിലെ ചിത്തിരയും ഫാൽഗുണ കൃഷ്ണപക്ഷ ചതുർത്ഥിയും കൂടിയ ദിവസം. ഈശ്വരീയൻ ചാനലിലെ എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് പല മുജ്ജന്മ ബന്ധങ്ങളുടെയും കർമ്മകാണ്ഡങ്ങൾ അഴിച്ചു വയ്ക്കാനുള്ള നിയോഗമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊരു 4 ദിവസത്തേക്ക് തൃശ്ശൂരാണുള്ളത്. ഇന്നലെ രാവിലെ എറണാകുളത്തെ വീട്ടിൽ നിന്ന് ഞാൻ ശ്രീ രാജേഷ് എസ് നായ്ക്കിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ തൃശ്ശൂർ വന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒരു വ്യക്തിയുമായിട്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി, അവിടെ നിന്ന് ഗുരുവായൂർ പോയി, പിന്നെ തിരിച്ച് ഇവിടുത്തെ വീട്ടിൽ വന്ന് വൈകിട്ട് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, കേരള പഴനി എന്നറിയപ്പെടുന്ന തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പെരുവനം മഹാദേവ ക്ഷേത്രം, ഇത്രയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരിച്ച് ഈ വീട്ടിൽ തന്നെ വന്നു. തിങ്കളാഴ്ച വരെയും ഈ വീട്ടിൽ തന്നെയാണ്. അത് മുജ്ജന്മ കർമ്മനിയോഗമാണ്. എന്താണെന്ന് പിന്നെ പറയാം. യൂട്യൂബിൽ, അബാക് മീഡിയയിലെ യൂട്യൂബിൽ വന്നതിന് ശേഷം ആകസ്മികമായി പരിചയപ്പെട്ട ഒരു ഫാമിലി. അവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഇവിടെ എന്താണ് നിയോഗം എന്നുള്ളത് മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഗായത്രിയുമായിട്ടിരുന്നൊരു വീഡിയോ ചെയ്യാം. അത് കുറച്ച് കാര്യങ്ങൾ കൂടി കഴിയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്നലെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ പോയി. ഉദ്ദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ക്ഷേത്രമുള്ളത്. അവിടുത്തെ ചില പ്രത്യേകതകളുണ്ട്. അവിടെ ഇരട്ടയപ്പനും മാടത്തിലപ്പനും ഉണ്ട്. പടിഞ്ഞാറോട്ട് നോക്കിയാണ് അമ്പലം എന്ന് തോന്നുന്നത്. ഇരട്ടയപ്പൻ എന്ന് പറഞ്ഞാൽ മെയിൻ ശ്രീകോവിലിൽ 2 ശിവലിംഗങ്ങളുണ്ട്. മാടത്തിലപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 പടികൾ കയറിയിട്ട് മുകളിലോട്ട് പോകണം. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ഒറ്റപ്പടിയുടെ ഇതിലേക്ക് വരാനായിട്ട് 2 സൈഡിൽ നിന്നും 9 പടികൾ ചവിട്ടണം. അവിടെ നിന്ന് മുകളിലേക്ക് 15 പടികൾ ചവിട്ടി കഴിയുമ്പോഴത്തേക്കാണ് 15ാമത്തെ പടിയിൽ നിൽക്കുമ്പോഴാണ് ആ മാടത്തിലപ്പനെ കാണാൻ പറ്റുന്നത്. അതും ശിവലിംഗമാണ്. അപ്പോൾ 14 കഴിഞ്ഞ് 17 14 ലോകം എന്ന് പറയുന്നു. 15ാമത്തെ പടി ചവിട്ടി നിന്നിട്ട് നമ്മൾ ആ മാടത്തിലപ്പനെ കാണണം. അതിനു മുമ്പ് ഈ 14 പടികളുടെ ആദ്യത്തെ പടിയിലെത്തണമെങ്കിൽ 9 പടികൾ നമ്മൾ ചവിട്ടിക്കയറണം. 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ നവദ്വാരങ്ങളുണ്ടല്ലേ. ഈ നവദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തു പോയി ലാസ്റ്റ് സഹസ്രാരത്തിലൂടെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നത്. ആ അവസ്ഥയിലെത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ യൂണിവേഴ്സ് എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്രാന്തി തിരുവനു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് അന്ന് സംശയങ്ങൾ ചോദിക്കാൻ പറ്റില്ല. സത്യം അതാണ്. ഇപ്പം ഞാൻ ഓരോ ക്ലാസ്സുകൾക്കെല്ലാം പോയി ഓരോ ഗുരുക്കന്മാരെയൊക്കെ കണ്ട് ഞാൻ ഇത് അറിവുകൾ സമ്പാദിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ തന്നെ മനനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ വെളിവാകുന്നു. വേറൊരു കാര്യം, അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ധനുരാശിയിൽ എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് നോക്കിയൊരു കൃഷ്ണൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കൃഷ്ണൻ്റെ പ്രത്യേകത, ഇത് അവിടെ കൊണ്ടുപോയത് ശ്രീമതി ഹേമ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞത് അവിടെ ആലില കിട്ടും, താഴെ വീഴുന്ന ആലില, പച്ച ആലില കിട്ടും അവിടെ. എനിക്ക് കിട്ടിയില്ല, ഞാൻ പറയാം കേട്ടോ. ഹേമ ടീച്ചറിന് കിട്ടി, രാജേഷിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് കൃഷ്ണൻ തന്നില്ല. അപ്പോൾ ഈ ആലില കൊണ്ടുപോയിട്ട് ആ നടയിൽ സമർപ്പിക്കുക. അത് പിന്നെ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. അത് അതിൻ്റെ അടിച്ചുകളിക്കാരെടുത്ത് പുറത്തിടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ആചാരം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം പോലെ വിശാലമായൊരു ക്ഷേത്രവും അതിൽ കുരു മഹർഷിയുടെ പ്രതിഷ്ഠയുണ്ട്, ഗണപതിയുടെ ഉണ്ട്, രക്തേശ്വരി, അങ്ങനെ ചില ദേവതകളുടെ. അതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അകത്ത് പോലും ഈ മതിൽക്കെട്ടിനകത്ത് പോലും ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മതിൽക്കെട്ടിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുക. ഇപ്പോൾ വടക്കുന്നാഥലിനും അങ്ങനെയാണ്. ഒന്നും ക്യാമറ ഇത് ചെയ്യാൻ പാടില്ല എന്നത് വന്നു കഴിഞ്ഞു. അപ്പോൾ നാലമ്പലത്തിനുള്ളിൽ പണ്ടേ പാടില്ല, എങ്കിലും മതിൽക്കെട്ടിനുള്ളിൽ പോലും പാടില്ല എന്നുള്ള നിയമം വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല.
അത് ചിലർ റീല് ഉണ്ടാക്കുന്നു, അത് ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എന്തുവാകട്ടെ, എല്ലാം സംഭവിക്കുന്നതെല്ലാം നല്ല. ഈ പെരുവനം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കും. ഇപ്പോൾ തൃശ്ശൂർ 5 കൊല്ലം ഉണ്ടായിട്ട് തിരുവള്ളക്കാവ് ക്ഷേത്രം, തായംകുളങ്ങര, ഈ പെരുവനമൊക്കെ പോകുന്നത് ഇന്നലെയാണ്. ഞാൻ പറഞ്ഞതാ, മുജ്ജന്മ നിയോഗമായിട്ടുള്ള ഒരു ഫാമിലി വന്നിട്ട് അവരുമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ പെരുവനം ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓസ്കാർ അവാർഡ് നേടിയ മഹാനായ ശ്രീ റസുൽ പൂക്കുട്ടി സാർ, അദ്ദേഹം പെരുവനത്ത് പോയി. അപ്പോൾ പെരുവനത്തെ തെരുവുകളിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ഈ വാദ്യത്തെക്കുറിച്ച്. എനിക്കത് തൃശ്ശൂർ പൂരത്തിലെ നാദത്തിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഉദ്ദേശം ഒരു 8 വർഷത്തിന് മുമ്പ് എടുത്തതാണെന്ന് തോന്നുന്നു. ആ ഡോക്യുമെൻ്ററി റെക്കോർഡ് ചെയ്യാനായിട്ട് സ്ഥലങ്ങൾ നോക്കിയ പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എനിക്കൊരു വൈബ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയണം, അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, എത്രയോ 1500 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പെരുവനം പൂരത്തിൻ്റെ മേളപ്രമാണം നടന്നത് ഇവിടെയാണ്. മനസ്സിലായി? പെരുവനം പൂരത്തിൻ്റെ മേളം നടന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ വൈബ് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൂടാണ്ട് ഓസ്കാർ അവാർഡ് നേടിയിട്ട്, ഇത് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ എന്താണ് രോമകൂപങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത്, ശ്രീ റസുൽ പൂക്കുട്ടി സാർ പറഞ്ഞൊരു വാചകമുണ്ട്. ലോകത്തിന് ഓം എന്ന ശബ്ദം സംഭാവന ചെയ്ത നൽകിയ ഭാരതത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ശ്രീ റസുൽ പൂക്കുട്ടി സാർ പറഞ്ഞു. അദ്ദേഹത്തിനൊരു സല്യൂട്ട്. നമുക്ക് പോലും അതൊരു പുതിയ തിരിച്ചറിവായിരുന്നു. എനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. അതുകൂടാണ്ട് ഇന്നലെ ഇവിടുത്തെ ഫാമിലിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മേളത്തിന് പെരുവനം, ആനയ്ക്ക് ആറാട്ടുപുഴ, വെടിക്കെട്ടിന് തൃശ്ശൂർ, ഇതാണെന്ന പൂരങ്ങളുടെ പ്രത്യേകത. മേളത്തിന് പെരുവനം പൂരം കാണണം, ആനകളെ കാണാൻ ആറാട്ടുപുഴ പൂരത്തിന് പോകണം, വെടിക്കെട്ട് കാണാൻ തൃശ്ശൂർ പൂരത്തിന് പോകണം. അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു. പെരുവനം പൂരം വളരെ ഈ മാസം കണ്ട് വരുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാണ് ആറാട്ടുപുഴ പൂരം എന്നറിയില്ല. ആറാട്ടുപുഴ പോകാൻ സാധിച്ചില്ല, അവിടെയൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്ഷേത്ര ദർശനങ്ങളായി. ഇന്നുണ്ട്, ഇന്നിനി മൺപിള്ളി ശിവരാമകൃഷ്ണ സ്വാമി ക്ഷേത്രം, അതുപോലെ കുടൽമാണിക്യത്തപ്പൻ, അവിടെയൊക്കെ പോകാനുണ്ട്. വൈകിട്ട് ഉരകത്തമ്മ തിരുവടി, വേറെ അണിയത്തുമന, അങ്ങനെ പല ഇതായിട്ട് ഒരു മുജ്ജന്മ നിയോഗമായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് ഡയറി എഴുതുന്നതുകൊണ്ട് എഴുതാൻ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ, പുഷ്പകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നാരായണൻ ചേട്ടൻ എന്ന് വിളിച്ചിരുന്നു. എന്നെക്കാളും കുറച്ച് 1-2 വയസ്സിന് മൂത്ത ആളാണ്. അദ്ദേഹം എന്നോട് 85-86 കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ശ്രീനിവാസ നീ ഡയറി എഴുതി തുടങ്ങണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഡയറി എഴുതി തുടങ്ങിയതാണ്. 86 ശരിക്കും അത് ഞാനിപ്പോൾ ഡയറി എല്ലാം ശേഖരിച്ചപ്പോൾ 89 തൊട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് എല്ലാ ദിവസത്തെ കാര്യങ്ങളും ഡയറിയിൽ എഴുതുന്നത്. അത് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം എന്തുകൊണ്ട് അന്ന് യൂണിവേഴ്സ് ആ ചേട്ടനിലൂടെ, ശ്രീ പുഷ്പകുമാർ ആർ പൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നാരായണ ചേട്ടൻ എന്ന് പറയും, അദ്ദേഹത്തിലൂടെ ഡയറി എഴുതാൻ ഉള്ള നിർദ്ദേശം എനിക്ക് നൽകി എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ ക്ഷേത്ര ദർശനങ്ങളുടെ പുണ്യം ഈശ്വരീയൻ ചാനലിലൂടെ എൻ്റെ ഈ വീഡിയോകൾ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും എല്ലാവിധ നന്മകളും, ആയുരാരോഗ്യ സൗഖ്യവും, സൽസന്താന സൗഭാഗ്യവും, ധനധാന്യ സമൃദ്ധിയും, സർവകാര്യസിദ്ധിയും, സർവൈശ്വര്യവും, സർവ്വമനോകാമനാഭിഷ്ടവും നടക്കണമെന്നും, എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നും, എല്ലാവർക്കും എല്ലാ നന്മകളും വരണമെന്നും, എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃക്കന്മാർ, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും വേണമെന്നും, അതുപോലെ എല്ലാവർക്കും സദാ സർവദാ സർവത്ര ശാരീരിക മാനസിക സുരക്ഷിതത്വം, പ്രായഭേദമന്യേ ഓർമ്മശക്തിയും, ഗർഭിണികളായ അമ്മമാരുടെ ദൈനംദിന ജീവിതം നല്ല രീതിയിൽ പോയി ഉത്തമമായ ഉണ്ണികൾക്ക് ജന്മം നൽകണമെന്ന് എൻ്റെ ഗുരുക്കന്മാരെയും വാസനാമൂർത്തികളെയും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു, ഓൾ ബ്ലെസ് യു, ഓൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.